ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ചക്ക സീസൺ കഴിഞ്ഞോ? അപ്പോൾ എനിക്കിപ്പോൾ അവസാനം 1-2 ചക്ക കൂടി കിട്ടി. അപ്പോൾ കൊണ്ട് ഒരു ചക്ക ഉപ്പേരി ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ചു. ചക്ക ഉപ്പേരി അല്ലെങ്കിൽ ചക്ക മെഴുക്ക് പുരട്ടി എന്നും പറയാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 5 കപ്പ് ചക്കച്ചുള അരിഞ്ഞതിന് ശേഷം ഒരു 5 കപ്പ് ഉണ്ടായിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ ഒരു പിടി ചക്കക്കുരു, അങ്ങനെ അധികം മൂക്കാത്ത ചക്കക്കുരു ആണെങ്കിൽ അത് എടുത്തിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. അതിൻ്റെ ബ്രൗൺ കളറൊന്നും കളയണ്ട, മീതത്തെ ആ വൈറ്റ് കളറുള്ള പോള മാത്രം കളഞ്ഞാൽ മതി. അങ്ങനെ കൂടുതൽ മൂത്ത ചക്കയേക്കാൾ നല്ലത് ഒരു മീഡിയം മൂപ്പായിട്ടുള്ള ചക്കയാണ് കേട്ടോ. അങ്ങനെ അധികം മൂപ്പ ആവാത്ത ചക്കയാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ഇതിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. ഇനി ഇത് കുക്കറിലേക്ക് ഇടുകയാണ്. ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുക. പിന്നെ ഒരു 1/2 കപ്പിനേക്കാൾ കുറച്ച് കൂടുതലായിട്ട് 1/4 കപ്പ് തന്നെ വേണ്ട, അതിന് താഴെയായിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വന്ന ഫ്ലെയിം ഓഫ് ചെയ്യുക. കൂടുതൽ വേവരുത് കേട്ടോ, അങ്ങനെയാകുമ്പോൾ വെന്ത് കുഴഞ്ഞു പോവും. അപ്പോൾ പിന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഉണക്കമുളക്, അതുപോലെ തന്നെ ഒരു വലിയ പിടി ചുവന്നുള്ളി, ഒരു 6-7 ചെറിയ വെളുത്തുള്ളി കൂടി ഒന്ന് ചതച്ചെടുക്കുക. അരയ്ക്കരുത്, ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ, ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ഇതിൻ്റെ കൂടെ ഒരു പച്ചമുളക് കൂടി ചേർക്കാം, അതുപോലെ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. ഞാൻ പച്ചമുളക് പിന്നീടാണ് ചേർത്തത്. അപ്പോൾ ഇതാ പാകത്തിന് വെന്തിട്ടുണ്ട്. അങ്ങനെ വെന്ത് കുഴഞ്ഞു പോകരുത് കേട്ടോ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ പിന്നെ അതിനൊരു ടേസ്റ്റ് കിട്ടില്ല. ഇനി ഇതുണ്ടാക്കാം. കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിൽ കുറച്ച് കടുക് പൊട്ടിച്ചാലും നന്നായിരിക്കും കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഞാനിപ്പോൾ കടുക് പൊട്ടിച്ചിട്ടില്ല. പിന്നെ ഈ കറിവേപ്പില ഇടുക, പച്ചമുളക്, അതുപോലെ തന്നെ ചതച്ച ഉണക്കമുളകും ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇതിൻ്റെ കൂടെ ഞാനൊരു പച്ചമുളക് കൂടി ചതച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഇനി ഇതിലേക്ക് ചേർക്കുക വഴന്നതിൻ്റെ ശേഷം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ മസാലയൊക്കെ ഇതിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കണം, ആ ഉള്ളിയുടെ ഫ്ലേവറൊക്കെ ഇതിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കണം. കുറച്ച് ഉപ്പ് കുറവുണ്ട്, അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അവസാനം കുറച്ച് കറിവേപ്പില കൂടി ഇതിൻ്റെ മീതെ വിതറാം. കുറച്ച് വേണമെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഇതിലൊഴിക്കാം കേട്ടോ അവസാനം. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ വല്ലപ്പോഴൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചക്ക ഉപ്പേരി അല്ലെങ്കിൽ ചക്ക മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും ചക്ക കിട്ടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് വേറെ ഈസി റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക്